Instagram Reels വീഡിയോസ് വൈറലാക്കുന്ന ഒരു സീക്രട്ട് ട്രിക്കാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഒരുപാട് പേര് പറയുന്നുണ്ട് അവർ എത്ര റീൽസ് അപ്ലോഡ് ചെയ്താലും 500 വ്യൂസ് അല്ലെങ്കിൽ 1000 വ്യൂസ് അതിൽ കൂടുതൽ വ്യൂസ് കയറുന്നില്ല എന്നുള്ളത് അല്ലേ. ഇൻസ്റ്റാഗ്രാമിൻ്റെ അൽഗോരിതം മനസ്സിലാക്കി നിങ്ങൾ വീഡിയോസ് ഇടാൻ തീർച്ചയായും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് വീഡിയോസ് വൈറലാക്കും. അതുകൂടാതെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. ഈ ഒരു ഫീച്ചർ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ റീൽസ് വീഡിയോസ് വൈറലാവുന്നതായിരിക്കും. ഏതാണെന്ന് നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ എല്ലാവരും പറയുന്ന മറ്റൊരു കാര്യമാണ് ഷാഡോ ബാൻ എന്നുള്ളത്. ഷാഡോ ബാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ റീൽസ് വീഡിയോസ് വൈറലാവില്ല, പോസ്റ്റ് വൈറലാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഷാഡോ ബാൻ ആണെന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഷാഡോ ബാൻ ഉണ്ടെങ്കിൽ റീൽസ് വീഡിയോസ് വൈറലാവില്ല. സോ എങ്ങനെയാണ് ഷാഡോ ബാൻ ഉണ്ടാവും നോക്കാം. ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ഈ പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്തിട്ട് മേലെ കാണുന്ന 3 ലൈൻസ് ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴേക്ക് സ്ക്രോൾ വരുമ്പോൾ നമുക്കിവിടെ അക്കൗണ്ട് സ്റ്റാറ്റസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഒരു അക്കൗണ്ട് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങളിത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ നിങ്ങൾ മൂന്നാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ ഇതിലെ ഓപ്ഷൻ എന്ന് വെച്ചാൽ കണ്ടന്റ് ലോവേഡ് ഇൻ ഫീഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഗ്രീൻ ടിക്ക് ഉണ്ടോ എന്ന് എനേബിൾ അല്ലെങ്കിൽ ഗ്രീൻ ടിക്ക് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് നിങ്ങൾ ഗ്രീൻ ടിക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾക്ക് ഷാഡോ ബാൻ ഇല്ല എന്നുള്ള അർത്ഥം. അതായത് ഷാഡോ ബാൻ വേറൊരു തരമാണ് ഈ ഒരു കണ്ടന്റ് ലോവേഡ് ഇൻ ഫീഡ് എന്നുള്ളത്. ഷാഡോ ബാൻ കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അത് ഷാഡോ ബാൻ എന്ന് വിളിക്കുന്നത്. സോ അത് നിങ്ങൾ എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കോപ്പിറൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി വയലേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ടന്റ് ലോവേഡ് ഫീഡിൽ പോകുക. അതായത് ഏറ്റവും അവസാനത്തിലേക്ക് മാറ്റും. അതായത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല മറ്റുള്ളവരിലേക്ക്. നിങ്ങൾ ഇതിൽ ഗ്രീൻ ടിക്ക് ഉണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. എന്നാൽ മാത്രം നിങ്ങളുടെ റീൽസ് വീഡിയോസൊക്കെ വൈറലാവുള്ളൂ. അപ്പോൾ ഇത് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ നേരെ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ റീൽസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഏറ്റവും അവസാനമായി നിങ്ങൾ റീൽസ് അപ്ലോഡ് ചെയ്ത് വീഡിയോസാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. ആ ഒരു റീൽസ് വീഡിയോസ് ചൂസ് ചെയ്ത ശേഷം നിങ്ങളിവിടെ ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ ഇതാണ് നമുക്ക് ഈ ഒരു സെക്ഷനാണ് വരിക അല്ലേ. അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തൊട്ട് മുമ്പുള്ള ഒരു സെക്ഷനാണിത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ തംബ്നെയിൽ ആഡ് ചെയ്യുക. എഡിറ്റ് എന്നുള്ള കൊടുത്ത് തംബ്നെയിൽ കറക്റ്റായിട്ട് ആഡ് ചെയ്ത ശേഷം നിങ്ങൾ ക്യാപ്ഷൻ ആഡ് ചെയ്യുക. ക്യാപ്ഷൻ ആഡ് ചെയ്ത ശേഷം നിങ്ങൾ തൊട്ട് താഴെയായിട്ട് പുതിയൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വന്നതായി കാണാൻ സാധിക്കും. ട്രയൽ എന്നുള്ളൊരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഏറ്റവും പുതിയ ഫീച്ചറാണിത്. ട്രയൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രയൽ നിങ്ങൾ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നോൺ ഫോളോവേഴ്സിലേക്കായിരിക്കും ഈ ഒരു വീഡിയോസൊക്കെ സജസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിലേക്ക് ആദ്യം സജസ്റ്റ് ചെയ്യില്ല. ഇത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് നോൺ ഫോളോവേഴ്സിലേക്ക് ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ റീച്ച് ആവും. അതിലൂടെ നിങ്ങൾ ഫോളോവേഴ്സ് ഗെയിൻ ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ തന്നെ നിലവിലുള്ള ഫോളോവേഴ്സ് കുറയില്ല. സോ അപ്പോൾ റീൽസ് വീഡിയോസ് മറ്റൊരു പുതിയ ഓഡിയൻസിലേക്ക് റീച്ച് ആവുന്നതിലൂടെ നിങ്ങൾക്ക് റീൽസ് വീഡിയോസ് വൈറലാവാൻ ചാൻസ് കൂടുതലാണ്. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുത്തി ലൈക്ക് ചെയ്യുക, ഷെയർ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.